അത് മനുഷ്യൻ്റെതാണ്, അത് മനുഷ്യൻ്റെതാണ്, അത് മനുഷ്യൻ്റെതാണ് 3 പ്രാവശ്യം റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കി. ഇത്തരം ഒരു സൂക്ഷ്മത പാലിക്കുന്ന ഒരു മനുഷ്യന് കിട്ടൂല. അതാണ് പടച്ചവനെ എൻ്റെ ഒരു ഇതാ. ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പറയാനുണ്ട്. ഇത് അങ്ങനെ പറയാനല്ല, ഈ നബിദിനെ ആഘോഷിക്കുന്നവര് ആഘോഷിക്കാത്തവരുണ്ടല്ലേ. ആഘോഷിക്കൂല. പക്ഷെ ശരിക്കും എനിക്കും എന്തല്ലോ അതിനെപ്പറ്റി പഠിക്കണത്. ഇസ്ലാമിലാകെ 2 തരം ആഘോഷമേ ഉള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അങ്ങനെയുണ്ട്. പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ നന്മ. ഇസ്ലാം എന്ന് വെച്ചാൽ നന്മയാണ്. എല്ലാവരും പറയും ഏറ്റവും നല്ല മതേതാണെന്നറിയാം ഇസ്ലാം. എല്ലാവരും പറയും ക്രിസ്ത്യാനിൻ്റെ ഇതിനകത്തെല്ലാം എപ്പോഴും അന്ത്യോ മറ്റേതുണ്ടാവും, അതാ ടോപ്പ് എന്നെല്ലാം പറയും. പക്ഷേ ഇസ്ലാമില്ല, അത് പഠിക്കുന്നില്ല. വമ്പം മതം അത്. കാരണം വെച്ചാൽ അതിൽ പഠിക്കണം. വിശുദ്ധ ഖുർആൻ പിള്ളേരെ പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് പറ്റുന്നത്. ഇതല്ല ജീവിതവും. ഞാൻ പുതുശ്ശേരിപ്പള്ളിയിൽ വരുമ്പോൾ നിങ്ങളുണ്ടാവില്ല. ഞാൻ ആ മുടിക്കുന്ന വീടിനടുത്തുണ്ടാവും. ഞാൻ ആദ്യം ആടുന്നല്ലേ പങ്കെടുത്ത മുതിർക്കാൻ. എനിക്ക് മൈക്കൽ തന്നിനോട് നല്ലൊരു ബാഗ് പറഞ്ഞു. ഒരുപാട് ഉണ്ട്. എന്നോട് പറഞ്ഞോ വെച്ചാൽ പിന്നെ അങ്ങനെ ഓരോ രീതി ഒരു ഞെട്ടലോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല. ഒരു ഞെട്ടലോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ ഇത് ചൊല്ലുക. നമുക്കൊരു ധൈര്യം താനേ വരും. മുളക്കക്കലം പോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കരുത്, നടക്കുമ്പോൾ കാലുകളുടെ അടയാളം പതിക്കരുത്, നടക്കുമ്പോൾ തുടർച്ചയായി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുത്, വിധവയുടെ മുന്നിൽ വെച്ച് ഭാര്യയോട് സ്നേഹം കാണിക്കരുത്, പാവപ്പെട്ടവൻ്റെ മുന്നിൽ വെച്ച് പണത്തിൻ്റെ മേനി പറയരുത്, നിങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷിക്കരുത്, അത് കാരണം രോഗം വന്നാൽ മരണമല്ലാതെ ചികിത്സയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖുർആനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവിൻ. കാരണം ഉടമസ്ഥൻ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന നാൽക്കാലികളെക്കാളും കൂടുതൽ വേഗത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന് ഉന്മേഷം തോന്നുന്ന അവസരങ്ങളിൽ ഖുർആൻ വായിക്കൂ. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിൽ ഇറങ്ങിയാലോ അത് അടച്ചു വെച്ച് എഴുന്നേറ്റ് പോവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സൂക്ഷ്മത പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനി ഉണ്ടാവില്ല. ഇത് പഠിക്കണം ശരിക്കില്ലേ. നമുക്കിത് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ.